KSRTയുടെ ഹൈ ക്ലാസ് വണ്ടികളിൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കോംപ്ലിമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഇതിലൊരു ബുക്കുണ്ട്. ഇത് വിമാനത്തിലൊക്കെ ഉള്ളതുപോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയമാണ്. ഇങ്ങനെ ഒരു ചിത്രങ്ങളൊക്കെ വരയ്ക്കാവുന്ന ഒരു ബുക്ക്. കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കാൻ, കുഞ്ഞുങ്ങൾ വണ്ടിയിൽ വരച്ച് വയ്ക്കരുത് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ഷാജിക്ക് ഒരു പരാതിയുണ്ട്. വണ്ടി വരച്ച് കളയുന്നു. ക്രയോൺസ് ഉണ്ട് അതിനകത്ത്. പിന്നെ കുറച്ച് ഐ ലവ് KSRTയുടെ ബലൂണുണ്ട്, ടിഷ്യൂ പേപ്പറുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റും ഉണ്ട്. ഇനി നമ്മളെ വണ്ടി ക്ലീനിങ് ആണ്. വണ്ടി ക്ലീനിങ് നമ്മൾ കുടുംബശ്രീയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ്. വണ്ടി ക്ലീനിങ് കുടുംബശ്രീ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും വണ്ടി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അടുത്ത ഘട്ടം നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടിക്കകത്ത് ഫുഡ് കൊടുക്കുന്ന കാര്യമാണ്. അതായത് വണ്ടിക്കകത്ത് വലിയ വേസ്റ്റ് ഉണ്ടാക്കാത്തത്, ഇഡ്ഡലിയും ദോശയും സാമ്പാറൊന്നുമല്ല, അത്യാവശ്യത്തിന് ഒരു യങ് ജനറേഷൻ ഫുഡുണ്ടല്ലോ, അധികം വേസ്റ്റ് വരാത്ത, എന്നാൽ വലിയ കുക്കിംഗ് ഒന്നും വേണ്ടാത്ത, ഓയിലൊക്കെ കുറവുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഏറ്റവും മിനിമം പാക്കിങ്ങിൽ കൊടുക്കുന്ന ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റഡി നടക്കുകയാണ്. സ്റ്റഡി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് CMD അത് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളത് ഒരു ധാരണയിലെത്തും. ഇത് ഈ ഫെസിലിറ്റിയൂടെ കൊടുക്കുകയാണ്. ഈ പോസ്റ്റ് മെഷീൻ ടിക്കറ്റ് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി, അതായത് പൈസ ബില്ലടിച്ച് കൊടുക്കാനും കാര്യങ്ങൾക്കും വാടക തന്നു എന്നുള്ളതിനാണ്. ഇത് ലിങ്ക്ഡാണ് മറ്റേ സോഫ്റ്റ്വെയറുമായിട്ട്. അപ്പോൾ ആർക്കും വാടക തരാതെ KSRTC ഇരിക്കാൻ പറ്റില്ല. ഫൈൻ വരും. വാടക തന്നില്ലെങ്കിൽ ഫൈൻ വരും. അതെ, ആ മെഷീൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ ഡിപ്പോയിലേക്കും. അപ്പോൾ അത് വരുമ്പോൾ വാടക സമയത്ത് തന്നില്ലെങ്കിൽ ഫൈൻ വരുമെന്ന് മാത്രമല്ല, 2 വർഷമാണ് കാലാവധി. ഈ 2 വർഷം കഴിഞ്ഞ് പുതുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ വ്യവസ്ഥയാണ്. ഞാൻ മന്ത്രി ശേഷം കൊണ്ടുവന്ന വ്യവസ്ഥയാണ്. വാടക കൃത്യമായി അടയ്ക്കാത്തവർക്ക് 2-ാം വർഷം കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും പുതുക്കി കൊടുക്കാൻ പറ്റില്ല. വാടക കറക്റ്റായിട്ട് അടയ്ക്കണം, വൈദ്യുതി കറക്റ്റായിട്ട് അടയ്ക്കണം, വെള്ളത്തിൻ്റെ ബില്ല്, പഞ്ചായത്ത് ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അടയ്ക്കാത്ത ആളുകൾക്ക് ഈ പുതുക്കുന്നതല്ല. ഇനി ഏത് സ്വാധീനത്തിൻ്റെ പുറത്തായാലും അവരെ വാടകക്കാരെന്നുള്ളതിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുതുക്കി കൊടുക്കും, അവർക്ക് പുതുക്കി കൊടുക്കും. അല്ലാതെ ഈ വേല കാണിച്ചിരുന്ന 1 മാസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി പുതുക്കണ്ട എന്നാണ് ബോർഡ് തീരുമാനം. KSRTC ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നിലപാട് അതാണ്. വാടക കറക്റ്റായിട്ട് കിട്ടണം. വാടകയിലൊക്കെ വലിയ വർധനമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഈ ഒരു 1.5-2 കോടി രൂപയോളം വാടക കൂടുതൽ പിരിക്കാൻ KSRTC എസ്റ്റേറ്റ് സെക്ഷന് കഴിഞ്ഞിട്ടുണ്ട്. അവർ പരമാവധി സ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുത്തു. വളരെ വേഗത്തിൽ പരമാവധി സ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് KSRTC വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാൻസർ പേഷ്യൻറ്റിന് ചികിത്സയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദ്ധതിയുടെ കാർഡ് ഇന്ന് വിതരണം. കാരണം സാധാരണ പ്രഖ്യാപനമേ വരാറുള്ളൂ. നടക്കുന്നില്ല എന്നൊരു പരാതി മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ കാർഡ് തയ്യാറാക്കി. ആ കാർഡിൽ ഒരാളെ രോഗിയാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള കാർഡാണ്. ഹാപ്പി ലോങ് ലൈഫ് എന്നൊരു കാർഡാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ അത് നമ്മൾ താഴെ ജീവനക്കാരെ മുമ്പിൽ വെച്ച് തന്നെ ലോഞ്ച് ചെയ്യാം, താഴെ വെച്ചിട്ട്. അതിൽ ഒരു സ്ഥലത്തും രോഗിയാണെന്ന് പറയുന്നില്ല. 6 മാസത്തേക്കാണ് കൊടുക്കുന്നത്. താമസിക്കുന്ന സ്ഥലം മുതൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ വരെയുള്ള ട്രിപ്പാണ്. മിസ്യൂസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോകും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊരു പ്ലസൻറ്റ് കാർഡാണ്, ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡാണ്. അത് കാണുമ്പോൾ ഒരു വിഷ് എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു രോഗിയാണെന്ന് തോന്നുന്നില്ല, തനിക്ക് ദീർഘമായൊരു സന്തോഷമുള്ള ജീവിതമുണ്ടെന്ന് പ്രോമിസ് ചെയ്യുന്നൊരു കാർഡാണ്. നമ്മൾ അങ്ങനെ ഒരു പേരിട്ടതാണ്. പിന്നെ മാത്രമല്ല, ഇന്ന് ജീവനക്കാർക്ക് വേണ്ടി, വനിതാ ജീവനക്കാർക്ക് വേണ്ടി പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ഗംഗാരൻ ഡോക്ടറിൻ്റെ ഒരു നമുക്ക് വേണ്ടി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ജീവനം ക്യാൻസർ സൊസൈറ്റി പത്തനാപുരത്തെ പുന്നല അവരെല്ലാവരും സംസാരിച്ച് ഞങ്ങളൊരു തീരുമാനത്തെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു സൗകര്യം നമുക്ക് ചെയ്യണം. എല്ലാ വനിതാ ജീവനക്കാരുടെയും ഒരു ക്യാൻസർ പരിശോധന അദ്ദേഹത്തിൻ്റെ മൊബൈൽ യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് തുടങ്ങിയതിന് ശേഷം മറ്റ് യൂണിറ്റുകളിലേക്ക് നമ്മൾ ഓൾറെഡി ജീവനക്കാർക്ക്, വനിതാ ജീവനക്കാർക്ക് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ തന്ന ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ അവരുടെ ശാരീരികമായ അവസ്ഥയിൽ അവരുടെ ചില ഡേറ്റകൾ ചോദിച്ചിട്ടുണ്ട്. ആ ഡേറ്റ ഫില്ല് ചെയ്ത് തരുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടവരെ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് തന്നെ നമ്മളങ്ങ് എടുക്കും. അവരെ ടെസ്റ്റ് ആദ്യം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആശങ്ക വേണ്ട. അത്തരത്തിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാലും ഞാൻ പറയുന്നു, അതിന് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി അലയാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി, ഒരു സംഗതി ഞങ്ങൾ ഒപ്പിക്കും. ഏതാ നമ്മളെ ക്യാൻസർ രോഗം കണ്ടെത്തി അയ്യോ ചികിത്സിക്കാൻ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം വരില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കും. അത് ഇപ്പോഴല്ല, ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളെ ആകർഷിക്കാനുള്ള സാധനമാണ്. KSRTയുടെ ഹൈ ക്ലാസ് വണ്ടികളിൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കോംപ്ലിമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഇതിലൊരു ബുക്കുണ്ട്. ഇത് വിമാനത്തിലൊക്കെ ഉള്ളതുപോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയമാണ്. ഇങ്ങനെ ഒരു ചിത്രങ്ങളൊക്കെ വരയ്ക്കാവുന്ന ഒരു ബുക്ക്. കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കാൻ, കുഞ്ഞുങ്ങൾ വണ്ടിയിൽ വരച്ച് വയ്ക്കരുത് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ഷാജിക്ക് ഒരു പരാതിയുണ്ട്. വണ്ടി വരച്ച് കളയുന്നു. ക്രയോൺസ് ഉണ്ട് അതിനകത്ത്. പിന്നെ കുറച്ച് ഐ ലവ് KSRTയുടെ ബലൂണുണ്ട്, ടിഷ്യൂ പേപ്പറുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റും ഉണ്ട്. ഇങ്ങനൊരു കിറ്റ്
കണ്ടക്ടർ കൈമാറും കുഞ്ഞുങ്ങൾക്ക്.